അർജുനെ കണ്ടെത്താനുള്ള തെരച്ചിൽ 13ാം ദിവസത്തിലാണ്. ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിലുള്ള മത്സ്യത്തൊഴിലാളികളായ മുങ്ങൽ വിദഗ്ധർ ആഴത്തിൽ മുങ്ങിയുള്ള തിരച്ചിൽ ഇന്നും തുടരും. കേരളത്തിൽ നിന്നുള്ള മന്ത്രിതല സംഘം ഷിരൂരിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അവരവിടെ തുടരുകയാണ്. നമുക്കറിയാം, മഴ കുറഞ്ഞെങ്കിലും ഗംഗാവലി നദിയിലെ അടിയൊഴുക്ക് കുറയാത്തതാണ് ദൌത്യസംഘം നേരിടുന്ന പ്രധാന വെല്ലുവിളി. എം സന്തോഷ് ഇപ്പോൾ ഷിരൂരിൽ നിന്നും ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സന്തോഷ്, വലിയ പ്രതീക്ഷയോടുകൂടി 13ാം ദിവസത്തിലേക്ക് രക്ഷാദൌത്യം കടക്കുകയാണ്. ഇന്നത്തെ തെരച്ചിൽ പുനരാരംഭിച്ചിട്ടുണ്ടോ? കാവ്യ, കർണാടകയിലെ ഷിരൂരിൽ അർജുനെ കണ്ടെത്താനുള്ള ദൗത്യം ഇന്ന് 13ാം ദിനത്തിലാണ്. ഇതുവരെ ഇന്നത്തെ ദൗത്യം ആരംഭിച്ചിട്ടില്ല. 8 മണിക്ക് ശേഷം മാത്രമേ ഗംഗാവാലി പുഴയിലുള്ള തിരച്ചിൽ ആരംഭിക്കുകയുള്ളൂ. ഇന്ന് പ്രധാനമായും ഈ മത്സ്യത്തൊഴിലാളിയായ ഈശ്വർ മാൽപ്പെ വെള്ളത്തിൽ മുങ്ങി, നദിയിൽ മുങ്ങിയുള്ള തിരച്ചിൽ തന്നെയായിരിക്കും ഇന്നും. പലതവണ ഈ ഗംഗാവാലിയിലേക്ക് ആഴത്തിൽ ഡൈവ് ചെയ്ത് പരിശോധന നടത്തിയെങ്കിലും ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇന്നലെ ഒരു സൂചനകളും ലഭിച്ചില്ല. പാറകൾ മാത്രമാണ് സ്പർശിക്കാൻ കഴിഞ്ഞത് എന്നാണ് ഈശ്വർ മാൽപ്പെ അതിനുശേഷം വ്യക്തമാക്കിയത്. ഇന്നലെ 15 മിനിറ്റ് വരെ നീണ്ടുനിന്ന ദൈർഘ്യമുള്ള ഡൈവിംഗ് വരെ ഉണ്ടായിരുന്നു. പക്ഷേ ഒന്നും അവിടെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ലോറിയുമായി ബന്ധപ്പെട്ട ഒരു സൂചനകൾ പോലും ഗംഗാവാലി നദിയിൽ ഇപ്പോൾ തിരച്ചിൽ നടത്തുന്ന സ്ഥലത്ത് നിന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഏതായാലും ഇന്നും ആ തിരച്ചിൽ തുടരാൻ തന്നെയാണ് തീരുമാനം. ഈശ്വർ മാൽപ്പെ രാവിലെ 8 മണിക്ക് ശേഷം ഇങ്ങോട്ട് എത്തും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ എത്തിയതിനു ശേഷം ഇന്നും ഡൈവിംഗ് നടത്തിയുള്ള പരിശോധന തന്നെയായിരിക്കും പ്രധാനമായും ഗംഗാവാലി നദിയിൽ നടക്കുക. ഗംഗാവാലി നദിയുടെ ഏതാണ്ട് മധ്യഭാഗത്തായി രൂപപ്പെട്ട മൺതിട്ടയിൽ നിന്നുകൊണ്ടാണ് നേരത്തെ ഈ അർജുന്റെ ലോറിയുണ്ട് എന്ന് കരുതപ്പെടുന്ന ആ സ്ഥലത്ത് മുങ്ങിയുള്ള പരിശോധന നടത്തുന്നത്. ഗംഗാവാലി നദിയിലെ അടിയൊഴുക്കൊന്നും തന്നെ കുറഞ്ഞിട്ടില്ല. നിലവിലും മഴയുടെ കാലാവസ്ഥ തന്നെയാണ് ഉള്ളത്. ഇന്നലെ മഴ മാറി നിന്നെങ്കിലും ഒഴുക്കിന് ഒട്ടും കുറവുണ്ടായിട്ടില്ല. മാത്രമല്ല, ഇവിടെയുള്ള പ്രദേശവാസികൾ പറയുന്നത് മഴ കുറഞ്ഞാലും ഇപ്പോൾ ഗംഗാവാലിയിലെ ഒഴുക്ക് കുറയാറില്ല. ആഗസ്റ്റ് മാസം പകുതി വരെയും ചിലപ്പോൾ സെപ്റ്റംബർ ആദ്യം വരെയുമെല്ലാം ഈ ഗംഗാവാലിയിലെ അതിശക്തമായ ഒഴുക്ക് തുടരാറുണ്ട്. അതിനുശേഷം മാത്രമേ ഒഴുക്ക് കുറയാൻ സാധ്യതയുള്ളൂ എന്നുള്ളത് തന്നെയാണ് പ്രദേശവാസികൾ ഉൾപ്പെടെ പറയുന്നത്. അതുകൊണ്ട് ഈ രക്ഷാദൗത്യം ഇനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതിനെ സംബന്ധിച്ച് തന്നെ അധികൃതർക്ക് ഒരു വ്യക്തതയില്ലാത്ത ഒരു നിലയാണുള്ളത്. കാരണം ഈ ഈശ്വർ മാൽപ്പെ വെള്ളത്തിൽ ആഴത്തിൽ ഊളിയിട്ടുള്ള പരിശോധനയിൽ ആദ്യ ദിവസം തന്നെ എന്തെങ്കിലും സൂചനകൾ ലഭിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. എന്നാൽ അത്തരത്തിലുള്ള ഒരു സൂചനകളും ആദ്യ ദിനം ഇന്നലെ നടത്തിയിട്ടുള്ള ഈ പരിശോധനയിൽ ലഭിച്ചില്ല. ഏറ്റവും പ്രധാനമായ ഒരു പ്രശ്നമായി ഈ ഈശ്വർ മാൽപ്പെ ചൂണ്ടിക്കാട്ടുന്നത് ഗംഗാവാലി നദിയിലെ കലങ്ങി മറിഞ്ഞ വെള്ളമാണ്. അതുകൊണ്ട് തന്നെ വിസിബിലിറ്റി ഇല്ല, ഒന്നും കാണാനുള്ള കഴിയുന്നില്ല. നദിയിൽ മുങ്ങിക്കഴിഞ്ഞാൽ ഓരോ സ്ഥലത്തെത്തി തൊട്ടു നോക്കി സ്പർശിച്ചു നോക്കിയതിന് ശേഷമേ മനസ്സിലാക്കാൻ കഴിയുന്നുള്ളൂ. പക്ഷേ ഇന്നലെ അത്തരത്തിലുള്ള ശ്രമങ്ങൾ എല്ലാം തന്നെയും പരാജയപ്പെടുകയാണ് ചെയ്തത്. ഈ കൃത്യമായും ലോറിയുണ്ട് എന്ന് ലൊക്കേറ്റ് ചെയ്ത സ്ഥലത്ത് ആഴത്തിൽ മുങ്ങി പരിശോധന നടത്തിയെങ്കിലും ഈ ഈശ്വർ മാൽപ്പയ്ക്ക് ഒന്നും കണ്ടെത്താൻ ഇന്നലെ കഴിഞ്ഞിട്ടില്ല. അതീവ ശ്രമകരമായ ദൗത്യം തന്നെയാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്നത് എന്ന് പറയാതെ വയ്യ. ഇന്നലെ ഈ ആഴത്തിൽ മുങ്ങിയുള്ള പരിശോധന നടക്കുന്നതിനിടെ 3ാമത്തെ ഡൈവിംഗിൽ കയർ പൊട്ടി ഈശ്വർ മാൽപ്പെ ഒഴുകിപ്പോയി. പിന്നീട് ദൗത്യ സംഘം 100 മീറ്റർ താഴെ വെച്ചാണ് ഈശ്വർ മാൽപ്പയെ രക്ഷപ്പെടുത്തിയത്. പക്ഷേ അതിനുശേഷവും അദ്ദേഹം ദൗത്യം അവസാനിപ്പിച്ചിരുന്നില്ല. വീണ്ടും കൂടുതൽ സുരക്ഷയൊരുക്കിക്കൊണ്ട് ഈ ആഴത്തിലേക്ക് മുങ്ങി നദിയിൽ ഇറങ്ങിയുള്ള പരിശോധന തുടരുക തന്നെയാണ് ചെയ്തത്. ഇന്നലെ വൈകുന്നേരം വരെയും ഉച്ചയ്ക്ക് ശേഷം പലതവണ ഗംഗാവാലി പുഴയിൽ ആഴത്തിൽ ഈ പരിശോധന നടത്തുകയുണ്ടായി. ഇന്നും ആ പരിശോധന തുടരും എന്ന് തന്നെയാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. ചില സംവിധാനങ്ങൾ കൂടി ഇന്നലെ എത്തിക്കുമെന്ന് പറഞ്ഞെങ്കിലും അത് ഇങ്ങോട്ട് വന്നതായി കണ്ടില്ല. ഒന്ന് ടഗ് ബോട്ടാണ്. ടഗ് ബോട്ട് ഈ നദിയിൽ നങ്കൂരമിട്ട് നിർത്താൻ കഴിയുന്ന ടഗ് ബോട്ട് എത്തിക്കുകയും ആ ടഗ് ബോട്ടിൽ നിന്നുകൊണ്ട് ഈ മുങ്ങിയുള്ള പരിശോധന നടത്തും എന്നായിരുന്നു ഇന്നലെ അറിയിച്ചിരുന്നത്. പക്ഷേ ഇതുവരെയും അങ്ങനെയുള്ള ഒരു സംവിധാനം ഇവിടേക്ക് എത്തിയില്ല. ഇന്നലെ ഉച്ചയോടെ അത് എത്തും എന്നാണ് കലക്ടർ ഉൾപ്പെടെ പറഞ്ഞതെങ്കിലും ആ ടഗ് ബോട്ട് എത്താത്ത സാഹചര്യത്തിൽ ഈശ്വർ മാൽപ്പെ ഈ മൺകൂനയിൽ നിന്നുകൊണ്ട് തന്നെ വെള്ളത്തിലേക്ക് മുങ്ങാം, വെള്ളത്തിൽ ഇറങ്ങാം എന്നുള്ള നിർദ്ദേശം മുന്നോട്ട് വെക്കുകയും ആ പദ്ധതിയാണ് പിന്നീട് മുന്നോട്ട് കൊണ്ടുപോയത്. ഏതായാലും ഇപ്പോഴും ടഗ് ബോട്ട് ഇവിടെ എത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്
മനസ്സിലാകുന്നത്. അതോടൊപ്പം തന്നെയാണ് ഫ്ലോട്ടിംഗ് പോണ്ടൂൺ എത്തിക്കാനുള്ള തീരുമാനമുണ്ടായത്. ഇന്നലെ അത് ഉപേക്ഷിക്കാൻ ഈ കർണാടക തീരുമാനിച്ചെങ്കിലും കേരളത്തിൽ നിന്നുള്ള മന്ത്രിതല സംഘത്തിന്റെ സമ്മർദ്ദത്തെ തുടർന്ന് വീണ്ടും അത് എത്തിക്കാമെന്ന് പറഞ്ഞിരുന്നു. അതിന്റെ ശ്രമങ്ങൾ ആരംഭിക്കുന്നു എന്ന് പറഞ്ഞിരുന്നു. രാജസ്ഥാനിൽ നിന്നുള്ള സാങ്കേതിക വിദഗ്ധരെ എത്തിച്ച് പോണ്ടൂൺ എത്തിക്കാമെന്ന് പറഞ്ഞെങ്കിലും അതും ഇതുവരെ പുരോഗതി കൈവരിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാകുന്നത്. ഏതായാലും ഇന്നും പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഗംഗാവാലി നദിയിൽ മുങ്ങിയുള്ള പരിശോധന തന്നെയാണ്. ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിലുള്ള ഈ സംഘത്തിന്റെ ഉടുപ്പിയിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളികളായ ഈ ഒരു സംഘത്തിന്റെ ഈശ്വർ മാൽപ്പയുടെയും സംഘത്തിന്റെയും തിരച്ചിലിന് തന്നെയാണ് ഇന്നും പ്രാധാന്യം. അത് കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് ഇന്ന് ദൗത്യം മുന്നോട്ട് പോകുന്നത്. കാവ്യ, സന്തോഷം, നിരവധി തവണ ഇന്നലെ ഈശ്വർ മാൽപ്പെ സംഘം ഡൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ ഈ അപകടത്തിൽ അകപ്പെടുന്നതും പിന്നീട് സുരക്ഷിതരായി തിരിച്ചു വരുന്നതും അതിനുശേഷം വീണ്ടും ഡൈവ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങളൊക്കെയും നമ്മൾ കണ്ടു. ഇവരുടെ ഒരു നിഗമനത്തിലേക്ക് ഇപ്പോൾ പോകാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇന്നലെ മാധ്യമപ്രവർത്തകരുമായി അവർ സംസാരിച്ചിട്ടുണ്ടോ? പൊതുവിൽ ഈ അടിത്തട്ടിലെ നദിയുടെ അടിത്തട്ടിലെ സാഹചര്യം അടക്കമുള്ളതിൽ ഇവർക്കുള്ള ഒരു നിഗമനം എങ്ങനെയാണ്? ഇന്നലെ ഈശ്വർ മാൽപ്പയുടെ സംഘം ഔദ്യോഗികമായി പ്രതികരിച്ചില്ലെങ്കിലും അദ്ദേഹം നൽകിയ സൂചന അതീവ ദുഷ്കരമാണ് ഈ ട്രക്ക് കണ്ടെത്തുക എന്നുള്ളതാണ്. അതായത് എല്ലാം ഇനി പ്രതീക്ഷകൾ, അതായത് നമുക്ക് ഇപ്പോഴൊന്നും പറയാൻ കഴിയില്ല. വെള്ളത്തിൽ മുങ്ങിയപ്പോൾ കാണുന്നത് ഈ പാറകളും ചെളിയും മണ്ണും മാത്രമാണ്. അതായത് ഇതിന് മുകളിലേക്ക് ട്രക്ക് ഉണ്ടെങ്കിൽ തന്നെ അതിന് മുകളിലേക്ക് ഒരുപാട് മണ്ണും കല്ലും അതോടൊപ്പം തന്നെ മരങ്ങളും എല്ലാം തന്നെ ഒഴുകി വന്ന് അതിന്റെ മുകളിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന രീതിയിൽ ഈ കൃത്യമായി ഈ ലോറിയിലേക്ക് ട്രക്കിലേക്ക് എത്തുക എന്നുള്ളത് പ്രയാസമാണ് എന്നുള്ളത് വിദഗ്ധർ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ, അതായത് ഈ മണ്ണൊക്കെ അടിഞ്ഞുകൂടിയിട്ടുണ്ടെങ്കിലും അവിടെ ട്രക്ക് കൃത്യമായി സ്ഥലത്താണെങ്കിൽ ഏതെങ്കിലും ചില ഭാഗങ്ങളിൽ സ്പർശിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, ഒരു ട്രക്കിന്റേതാണെന്ന് ഉറപ്പിക്കാൻ കഴിയുന്ന ഭാഗങ്ങളിൽ സ്പർശിക്കാൻ കഴിയുന്നുണ്ടോ എന്നാണ് പരിശോധിച്ച് നോക്കുന്നത്. അതുകൊണ്ട് ഈ കൃത്യമായി ഈ ലൊക്കേറ്റ് ചെയ്യപ്പെട്ട സ്ഥലത്ത് മുഴുവനായും മുങ്ങി പരിശോധന നടത്തി കഴിഞ്ഞാൽ മാത്രമേ അതിലെന്തെങ്കിലും പൂർണ്ണമായി അല്ലെങ്കിൽ അത് വിജയം കാണാൻ കഴിയുമോ എന്ന് പറയാൻ കഴിയൂ. ഇന്നലെ ഒരു പ്രത്യേക സ്ഥലത്ത് മാത്രം കേന്ദ്രീകരിച്ചാണ് ഇന്നലെ പലതവണ ഡൈവിംഗ് നടത്തിയത്. ആ പ്രദേശത്ത് ഒന്നും കാണാൻ കഴിഞ്ഞില്ല. ഇനി തീർച്ചയായും അല്പം മാറിയായിരിക്കും ഇന്ന് ഡൈവിംഗ് നടത്തുക എന്നുള്ളത് ഉറപ്പാണ്. അത്തരത്തിലൊരു ട്രക്കിന്റെ വലുപ്പം നമുക്കറിയാം. ആ വലുപ്പം, ഇത് വലിയ ട്രക്കാണ്. അതുകൊണ്ട് തന്നെ ആ വലിപ്പമുള്ള സ്ഥലങ്ങളിൽ മുങ്ങി പരിശോധന നടത്തി ഏതെങ്കിലും ഭാഗങ്ങളിൽ സ്പർശിക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ള ഒരു പരിശോധനയാണ് ഇപ്പോൾ നടത്തുന്നത്. പക്ഷേ ഇന്നലെ അത്തരത്തിലുള്ള പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യവും ഈ മുങ്ങി പരിശോധന നടത്തിയപ്പോൾ ലഭിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഈ ദൗത്യ സംഘം വ്യക്തമാക്കിയിട്ടുള്ളത്. ഇന്നും പ്രതീക്ഷയോടുകൂടി തന്നെ ഈശ്വർ മാൽപ്പെ ഈ നദിയിലേക്ക് ഇറങ്ങി പരിശോധന നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഏതായാലും 8 മണിക്ക് ശേഷം ഇന്നും ആ തിരച്ചിൽ ആരംഭിക്കും. നദിയിലേക്ക് മുങ്ങിയുള്ള തിരച്ചിലാണ് ആരംഭിക്കുന്നത്. പക്ഷേ ഇത് തന്നെയാണ് പ്രധാനമായ പ്രശ്നം. നേരത്തെ ഈ നാവികസേന ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയതുപോലെ ഈ ഒരു അടിയൊഴുക്ക് കുറയാത്ത സാഹചര്യത്തിൽ മുങ്ങി പരിശോധന അതീവ ദുഷ്കരമാണ് എന്ന് സൂചിപ്പിച്ചിരുന്നു. ഈശ്വർ മാൽപ്പെ ഇന്നലെ നദിയിൽ മുങ്ങി പരിശോധന നടത്താൻ തയ്യാറായെങ്കിലും അത് പൂർണ്ണമായും ഈ പറയുന്ന ഒരു അർത്ഥത്തിലേക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ല. കാരണം പെട്ടെന്ന് തന്നെ ഒരു തവണ ഒഴുകിപ്പോകുന്ന സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ എല്ലാവിധ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഈ മുങ്ങിയുള്ള പരിശോധന നടത്തുന്നത്. അതായത് ഈശ്വർ മാൽപ്പെ ഓക്സിജൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ, ഏറെ നേരം വെള്ളത്തിനടിയിൽ കഴിയുന്ന തരത്തിലുള്ള സംവിധാനങ്ങളെല്ലാം കൊണ്ടാണ് ഡൈവ് ചെയ്യുന്നത്. മാത്രമല്ല ഇത് കയറിൽ ബന്ധിച്ച് അത് കരയിൽ ഉറപ്പിച്ച് നിർത്തുകയും അവിടെയുള്ള ആളുകൾ ആ കയറിൽ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഒരു 100 മീറ്റർ താഴെ ഗംഗാവാലി നദിയിൽ ഈ മുങ്ങുന്നതിന് 100 മീറ്റർ താഴെ അവിടെ മത്സ്യബന്ധന ബോട്ടുകൾ നിലയുറപ്പിച്ച് അതോടൊപ്പം തന്നെ ദുരന്ത നിവാരണ സേനയുടെ ബോട്ടുകൾ നിലയുറപ്പിച്ച് അവിടെ ദൗത്യസേനാംഗങ്ങളും ഈ സംഘത്തിൽപ്പെട്ടവരും തന്നെയുണ്ട്. ഏതെങ്കിലും സാഹചര്യത്തിൽ ഈശ്വർ മാൽപ്പെ ഒഴുകിപ്പോയാൽ, റോപ്പ് പൊട്ടിക്കഴിഞ്ഞാൽ താഴെ നിന്ന് രക്ഷാപ്രവർത്തനം നടത്താനാണ് അത്തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ നദിയുടെ താഴെ ഭാഗത്തായി ഈ 100 മീറ്റർ താഴെ അത്തരത്തിലുള്ള സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. മുഴുവൻ സംഘവും ഇവിടെയുള്ള 5ഓളം ബോട്ടുകളും അതോടൊപ്പം തന്നെ ദൗത്യ സംഘത്തിലെ മറ്റംഗങ്ങളും എല്ലാം തന്നെ നദിയിലിറങ്ങി സുരക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ ഉറപ്പാക്കുന്നുണ്ട്. അതിനുശേഷമാണ് ഈശ്വർ മാൽപ്പെ വെള്ളത്തിലേക്ക് മുങ്ങിയുള്ള ഈ ഒരു പരിശോധന ആരംഭിക്കുന്നത്. ഇന്നും ഈ ഡൈവിംഗ് പലതവണ തുടരും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള സൂചനകൾ കിട്ടുമോ എന്ന് തന്നെയാണ് ഇപ്പോൾ പരിശോധിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്നലെ അനുകൂലമായിട്ടുള്ള സാഹചര്യത്തിൽ കാലാവസ്ഥ മഴ മാറി നിന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കാലാവസ്ഥ മുതലെടുത്തുകൊണ്ട് പരമാവധി തവണ ഡൈവ് ചെയ്യാൻ ഈശ്വർ മാൽപ്പെ ശ്രമിച്ചിട്ടുണ്ട്.
നൽകിയിട്ടുണ്ട്. ഇപ്പോൾ മഴയില്ല, അതിരാവിലെ നല്ല മഴയുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ മഴ മാറി നിൽക്കുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് ഒരുപക്ഷെ മഴ പൂർണ്ണമായി മാറി നിന്നാൽ ഈ ഒരു ദൗത്യം കൂടുതൽ അനായാസമായി ചെയ്യാൻ കഴിയും. കൂടുതൽ എളുപ്പത്തിൽ വേഗത്തിൽ ഈ പറയുന്ന ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. പക്ഷേ മഴ ഉണ്ടാവുകയാണെങ്കിൽ ദൗത്യം വീണ്ടും മന്ദഗതിയിലാകുന്ന സാഹചര്യം ഉണ്ടാവും. ഏതായാലും പ്രതീക്ഷയോടുകൂടി തന്നെയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. ഇന്നും ഈശ്വർ മാൽപേ ഈ വെള്ളത്തിന് മുങ്ങി പരിശോധന നടത്തും എന്നറിയിച്ചിട്ടുണ്ട്. എന്തെങ്കിലും സൂചനകൾ ലഭിക്കുമോ എന്നുള്ളതിനു വേണ്ടി കാത്തിരിക്കുകയാണ്. നിരവധി അനുഭവ സമ്പത്ത്, അതായത് മത്സ്യത്തൊഴിലാളിയായ ഈശ്വർ മാൽപേയും സംഘവും കർണാടകയുടെ പല സ്ഥലങ്ങളിൽ നിന്നുള്ള പുഴകളിൽ സമാനമായ രീതിയിൽ രക്ഷാപ്രവർത്തനം മുൻപും നടത്തിയിട്ടുണ്ട്. ആഴങ്ങളിൽ ഒഴുകുന്ന ഗംഗാവാലി പുഴയിൽ തന്നെ മുൻപ് ഇത്തരത്തിലുള്ള രക്ഷാപ്രവർത്തനം നടത്തിയ അനുഭവ സമ്പത്തുണ്ട് എന്നാണ് ഈശ്വർ മാൽപേ പറഞ്ഞത്. അദ്ദേഹം ഇന്നലെ നമ്മളോട് സംസാരിച്ചപ്പോഴും ഈ ദൗത്യം ആരംഭിക്കുന്നതിന് മുമ്പ് മുങ്ങാൻ കഴിയും എന്നുള്ള ആത്മവിശ്വാസം തന്നെയാണ് പ്രകടിപ്പിച്ചത്. അത് അദ്ദേഹം പ്രാവർത്തികമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നും ആ ഒരു പരിശോധനയിൽ തന്നെയാണ് പ്രതീക്ഷ. ഈശ്വർ മാൽപേയുടെ വാക്കുകളിൽ തന്നെയാണ് പ്രതീക്ഷ. കാവ്യ.